ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മുമ്പത്തെ പാർട്ടി ഇങ്ങനെ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഷെൽട്ടറിൽ മാറ്റം തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ പുതുക്കി പണിതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തു നോക്കുള്ളൂ, എൻ്റെ ഒരു സാധനവും ഇല്ല. കണ്ടോ, ഒരു സാധനവും ഇല്ല. അപ്പോൾ എനിക്ക് എന്തായാലും കണ്ടോ, ഫുഡ് പോലും ഇല്ല. എൻ്റെ ഈ ഫർണസിനകത്ത് ഫുഡ് വെച്ചായിരുന്നു, അതുപോലും കാണുന്നില്ല. കുക്കഡ് മട്ടൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച് ആ ടണലിനകത്ത് ഞാനിനി കയറും. എൻ്റെ ഈ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ടണലിനകത്ത് കയറി മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല. അതിന് നമുക്ക് ഫസ്റ്റ് ഒരുപാട് സാധനങ്ങൾ വേണം. ചെസ്റ്റ് വേണം. നമ്മൾ ഒരുപാട് സാധനം അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അത് കളഞ്ഞു പോയാലും അത് കളഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിലോട്ടെടുത്ത് സാധനങ്ങളെല്ലാം വെക്കാം. പിന്നെ നമുക്ക് വന്ന് സെറ്റായി എടുത്താൽ പോരെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ആയുധങ്ങൾ വേണം അകത്തോട്ട് കയറാനുള്ള. നമുക്ക് ആയുധങ്ങൾക്കും സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് നമുക്ക് തടി വേണം ഫസ്റ്റ്. പിന്നെ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം, എല്ലാത്തിനും തടി വേണ്ടേ. ഫസ്റ്റ് കുറച്ച് തടി വെട്ടിയെടുക്കാം. ഇനി ഇച്ചിരി കൂടെ തടി മതി. അത് ഇത്രയും തടി മതി. നമുക്കിതെടുത്തോണ്ടങ്ങ് പോവാം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പെട്ടെന്ന് എടുത്ത് നമുക്കിത് ഓക്ക് പ്ലാങ്ക്സ് ആക്കാം. നമ്മുടെ ഇപ്പം 20 ഓക്ക് പ്ലാങ്ക്സ് കിട്ടി. ഇനി നമുക്ക് ഇതുകൊണ്ട് ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാം. ഒരു ആക്സും ഉണ്ടാക്കാം, ഒരു പിക്കാക്സും ഉണ്ടാക്കാം. നമുക്ക് ഇതൊന്നും വേണ്ട, അറിയാതെ വന്നതാണ്. കണ്ടോ, ഒരു ആക്സും പിക്കാക്സും കിട്ടി. നമുക്കിത് മതി. ഇനി നമുക്ക് ഈ പിക്കാക്സ് കൊണ്ട് നമുക്ക് ഒരു കല്ല് പൊളിക്കാം. കല്ല് പൊളിച്ചിട്ട് നമുക്ക് കല്ലിൻ്റെ സാധനങ്ങൾ ഓടിപ്പോയി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടണലിനകത്തോട്ട് പോകണം. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മൊത്തം സെറ്റപ്പായിട്ടേ വരത്തുള്ളൂ. അതിന് തയ്യാറെടുപ്പായിട്ട് ഞാൻ പോവാം. അപ്പോൾ ടണൽ അതാണ്ട ടണൽ. ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം പെട്ടെന്ന്. ഒരു കല്ല് കിട്ടി. ഒരു 9 കല്ലെങ്കിലും വേണം. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും നമുക്ക് എടുത്തുകൊണ്ട് പോകണം. അവിടെ വെച്ച് പെട്ടെന്ന് നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ ഡയമണ്ടിൻ്റെ സാധനങ്ങളും ഇത് ഗോൾഡ് കിട്ടുവാണെങ്കിൽ ഗോൾഡിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കാൻ അതും എടുത്തുകൊണ്ട് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് സ്റ്റോണിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറി ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം. ഇപ്പോഴത്തേക്ക് നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോവാം. അത് നമുക്ക് ഇത്രയും സ്റ്റോൺ മതി. അതുകൊണ്ട് നമുക്ക് ഫർണസ് എടുക്കണ്ട. നമ്മുടെ ഫുഡ് നമുക്ക് ഫർണസിനകത്ത് ഇപ്പം നമ്മുടെ ഈ ഫുഡില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ഫർണസിനകത്തിട്ട്. അതിന് നമുക്ക് കുറച്ച് ജീവികളെ കൊല്ലണം. പിന്നെ നമ്മുടെ ഈ വുഡ് നമുക്ക് ഇതും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വുഡായി. പിന്നെ നമുക്ക് ഫുഡ് വേണം. ഫുഡിന് നമ്മൾ ഇത് ക്രാഫ്റ്റ് ചെയ്ത് ഓക്ക് പ്ലാങ്ക്സ് ആക്കി ഫ്യൂവലായിട്ട് ഓക്ക് പ്ലാങ്ക്സും പിന്നെ ഫുഡ് നമുക്ക് എന്തെങ്കിലും എടുത്ത് ഇതാണ്ടാ ഇതിനെയൊക്കെ നമുക്ക് അങ്ങ് കൊന്നെടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടത് ഒരു പിക്കാക്സും ആക്സും ഒക്കെയാണ്. നമുക്ക് അത് പെട്ടെന്ന് എടുത്തേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോഴേ പൊളിച്ചെടുക്കണ്ട. നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മുടെ സ്റ്റിക്കില്ല. സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് അതാണ്ട് 6 സ്റ്റിക്ക്. ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റിക്ക് നമ്മൾ ഇത് 36 ഓക്ക് പ്ലാങ്ക്സ് ആക്കിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 സ്റ്റിക്ക് ഉണ്ടാക്കി. നമ്മളൊരു ആക്സ് ഉണ്ടാക്കി, ഒരു പിക്കാക്സ് ഉണ്ടാക്കി. ഇപ്പം നമ്മുടെ ഈ സ്റ്റിക്കില്ല. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് ഇത്ര മതി. ഇനി നമുക്ക് ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം. പിന്നെ നമുക്ക് ഫർണസിലിടാൻ ഫുഡ് വേണം. അപ്പോൾ നമുക്ക് അതിനെ ജീവികളെ കൊല്ലണം. നമ്മുടെ ഫർണസിൽ ഫുഡില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഫുഡ് വേണം. ഇത് ഇപ്പോഴേ പൊളിച്ചെടുക്കണ്ടായിരുന്നു, എന്നാലും ഒന്ന് വെച്ചേക്കാം. നമുക്ക് ഫുഡ് ഇനിയും പോയി കൊല്ലാം, ഓരോ ജീവികളെ കൊല്ലാം. ഫർണസ് ഇപ്പോഴേ പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും കൈ വെച്ചേക്കാം. അതുകൊണ്ട് ഓരോ വില്ലേജസൊക്കെ ഓടിപ്പോകുന്നുണ്ട്. പന്നിയെ ഫസ്റ്റേ കൊല്ലാം. ഓരോ വെട്ടു കൊള്ളുന്നില്ലല്ലോ. ഒരെണ്ണം കൂടെ കിട്ടി. അവിടെ ഈ 3 ഇതുണ്ട്, 3 പീസ് പോർക്കുണ്ട്. ഇനിയും നമുക്ക് വേണം. ഇത്രയൊന്നും നമുക്ക് പോരാ. നമ്മുടെ ബെഡും നമുക്കങ്ങ് പൊളിച്ചെടുത്തേക്കണം. അതിനും നമുക്ക് ബെഡും അങ്ങ് പൊളിച്ചെടുത്തേക്കാം. പിന്നെ കോഴിയെ കൊല്ലാൻ എളുപ്പം. ഒരു വെട്ട് മതി. കൊല്ല്. ഇനിയും വേണം.
അതുകൊണ്ട് അവിടെ ഒരു പന്നിയും പോകുന്നുണ്ട്, ഒരു കോഴി അതുകൊണ്ട് അതിനെ 2 എണ്ണത്തിനും വെട്ടിയേക്കാം. വെട്ട് 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 വെട്ട്. ഓടിപ്പോന്നു എന്തേ, ഒരു വെട്ടും കൂടെ. കിട്ടി. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് അതുകൊണ്ട് ഇതും ആ ടണലിലോട്ട് തന്നെ നമ്മൾ എത്തുന്നത്. വൈകുന്നേരം ആവാറായി. നമുക്കിനി ഇവിടെ അല്ലേ ഒരു കോഴിയും കൂടെ ഉണ്ട്, അതിനെയും കൂടെ അങ്ങ് വെട്ടിയേക്കാം. എന്തുകൊണ്ട് ഗോലെണ്ണനൊക്കെ നടന്നു പോകുന്നുണ്ട് ഇതുവഴി. ഗോലെണ്ണൻ എന്തെങ്കിലും ചെയ്ത് നമ്മളുണ്ടാക്കിയ ഗോലെണ്ണൻ മരത്തിൽ നിന്ന് ഞാൻ പൊട്ടത്തരം കാണിച്ചതാണ്. മരത്തിൽ നിന്ന് വീണ്. ഇപ്പോഴത്തേക്ക് സന്ധ്യ പറയാം. നമ്മുടെ വീട്ടിൽ കയറി നമുക്ക് ഫുഡെല്ലാം ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ടണലിൽ പോകണം. അപ്പോൾ അതിന് ഇതാണ്ട് ഈ സാധനം ഫർണസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴത്തേക്ക് ഫ്യൂവലായിട്ട് ഈ 34 തടിയുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് പോർക്ക് വെക്കാം, 4 എണ്ണം ഇല്ലേ. ഇത് നമുക്ക് ആ സമയം എന്ത് ചെയ്യും, കിടക്കാം തൽക്കാലത്തേക്ക്. അങ്ങനെ രാവിലെയായി. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. അയ്യോ, ഇപ്പോഴും 2 എണ്ണം കുക്കായി കിട്ടിയതേ ഉള്ളൂ. ഇനിയും വെയിറ്റ് ചെയ്യണം. നമുക്ക് പോകാനുള്ള ഇതായിട്ട് കുറച്ചടി നമുക്കെടുത്ത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിനകത്തിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. ഇനി നമുക്ക് ഫുൾ ഫുഡ് കുക്കായി. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ബെഡ് ഞാൻ പറഞ്ഞില്ല നമുക്ക് പൊളിച്ചെടുക്കണമെന്ന്. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ് നമുക്ക് പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫർണസിൽ ഫുഡൊക്കെ എടുത്താൽ മതി. നമുക്ക് കുറച്ച് ഫുഡ് മതി. നമ്മൾ അധികം ദിവസമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമ്മളിങ്ങനെ തിരിച്ചു വരും. ഇപ്പം തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത നമ്മൾ ചത്തുപോയി പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ റീസ്പോൺ ആയിക്കോളും. പക്ഷെ നമ്മുടെ സാധനം എല്ലാം പോകും, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പോയാലും ഒരു കുഴപ്പമില്ല, നമ്മുടെ ഈ വലുതായിട്ടൊരു സാധനമില്ല, പ്രത്യേകിച്ച് അയേണ്ട സാധനം ഒന്നുമില്ല. ഇപ്പം നേരെ അങ്ങ് ടണലിൽ പോവാം. ഞാൻ ഈ സീരീസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ടണലിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ടണലിൽ പോകുന്ന ഒരുപാട് കാണും, അതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് സെറ്റിലായിട്ട് കാണിക്കാം. അപ്പം ഗായ്സ്, നമ്മൾ ടണലിലൊക്കെ കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ആക്ഷൻ പിക്കാക്സൊക്കെ എന്തിൻ്റെ ആണെന്ന് നോക്കിയേ. എന്നെ കണ്ടാൽ ഞെട്ടും. നോക്കിയേ, ഉണ്ടോ തൊപ്പി, ഡയമണ്ടിൻ്റെ ഗോൾഡിൻ്റെ നെഞ്ചത്തിരുന്ന സാധനം, അയേണ്ട നിക്കറും, ഇതിൻ്റെ ഡയമണ്ടിൻ്റെ തന്നെ ബൂട്ടും. ഇനി എനിക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡിന് നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് വേണം. ഇപ്പം എൻ്റെ ഈ ഓക്ക് പ്ലാങ്ക്സ് ഇരിപ്പില്ലേ, ചെസ്റ്റിനകത്ത് കാണായിരിക്കും. അയ്യോ, ഇപ്പോൾ വെളിയിൽ മഴയാ. എനിക്ക് ഇപ്പം രാത്രിയല്ല, എനിക്ക് മഴയത്ത് വെളിയിറങ്ങുന്ന ഇഷ്ടമല്ല. രാത്രി ആയാലും അറിയാൻ പറ്റത്തില്ല, പിന്നെ നമ്മളെ സോംബീസൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് അങ്ങനെ ഇറങ്ങുന്ന ഇഷ്ടമല്ല. കുറച്ച് നേരം അകത്തിരുന്ന് നോക്കാം. അതുകൊണ്ട് ഗോലെണ്ണനൊക്കെ പോകുന്നു. ഞാനിപ്പോൾ ഒരു 2 ഗോലെണ്ണനെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ചെസ്റ്റൊക്കെ കണ്ടു, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ചെസ്റ്റ് സാധാ പോലെയല്ല. ഇതാണ് നമ്മുടെ 3 ചിക്കനൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇപ്പം 37 ഇതുണ്ട് മത്തങ്ങ. അത് ഞാൻ ആദ്യമായിട്ട് സ്പോണായില്ല, അവിടെ ഉള്ളതായിരുന്നു. നമ്മുടെ ഈ 23, 41 അയൺ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ഒരുപാട്, ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ അവിടെ മൊത്തം അയണായിരുന്നു. ഇപ്പോഴത്തേക്ക് നമുക്കൊരു ഗോലെണ്ണനെ ഉണ്ടാക്കി വിടാം. രാത്രിയായി, നമുക്കൊരു ഗോലെണ്ണനെ ഉണ്ടാക്കാം. ഇവിടെ എന്താ വരാത്തേ? പക്ഷെ വരുന്നുമില്ല. നമുക്കിനി നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉറങ്ങാം. അപ്പം ഗായ്സ്, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗോലെണ്ണൻ ഉണ്ടാക്കാനിട്ട 2 ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കാം. വില്ലേജറൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മുകളിലും കൂടെ മത്തങ്ങ വെക്കണം. വെക്കാൻ പറ്റുന്നില്ലല്ലോ, നോക്കാം.
പിന്നെ ചാടി വെച്ച് വെക്കാം. കിട്ടുന്നില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ഡേർട്ട് പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കയറി നിന്ന് പംകിൻ വെക്കാം. അങ്ങനെ നമുക്ക് ഇട്ടാലും മതി. അപ്പം മത്തങ്ങ വെച്ച് നോക്കാം. അതാണ്ട് കോലെണ്ണ റെഡിയായി. ഞാനാ നിന്നെ ഉണ്ടാക്കിയത്, അതാലോചിച്ചോണം. അതാലോചിച്ച് എൻ്റെ അടുത്ത് പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അയൺ ഇൻഗോട്ടൊന്നും തരത്തില്ല. നമ്മുടെ ഈ ആവശ്യത്തിന് അയൺ ഇൻഗോട്ടൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഓക്ക്വുഡ് ഉണ്ട് കേട്ടോ. ഈ ഓക്ക്വുഡ് ഉണ്ട്. മെസ്സേജൊക്കെ വരുന്നു. നമുക്കിപ്പോൾ 64 ഓക്ക്വുഡ് എടുക്കാം. ഈ കല്ല് 3 എണ്ണവേ ഉള്ളു. നമുക്ക് അത്രയും ഇത് പോരാ, കല്ല് അത്രയും പോരാ. ഗോൾഡൻ നെഗറ്റ്സാണ് കിട്ടിയത്. നമ്മളതിനെ ഇത് ക്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഈ ഗോൾഡൻ ഇൻഗോട്ടാക്കിയത്. ഇനി നമുക്ക് നേരെ പോയി കുറച്ച് കല്ല് വെട്ടാം. ഡയമണ്ടിൻ്റെ പിക്കെക്സ് ഉണ്ട് കല്ല് വെട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് വേറെ ഒരെണ്ണം. പശു നിൽക്കുന്നു. വിട്ട കിട്ടുന്നില്ല, ഓടിപ്പോന്നു. വെട്ട് വെട്ടാൻ പോവാ. ഒരു വെട്ടി അടുത്തന്നെ ഓടിപ്പോന്നു. അങ്ങനെ നമുക്ക് അതിനെ സെറ്റായി. ഇനി നമുക്ക് പോയി കല്ല് വെട്ടാം. ആ പന്നിയൊക്കെ അവിടെ വയ്ക്കട്ടെ. നമ്മുടെ ഈ പന്നിയിറച്ചിയൊക്കെ ആവശ്യത്തിനുണ്ട്. സ്കെലിട്ടൻ അടി ഒരു വിട്ട് അടി അടിയും കൊള്ളുന്നില്ല. സ്കെലിട്ടനെ നമുക്ക് ഷീൽഡ് ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഷീൽഡിന് ഇതുണ്ട്, ഇപ്പം തടിയുണ്ട്. നമുക്ക് ഓടിപ്പോയൊരു ഷീൽഡ് ഉണ്ടാക്കാം. ആ സ്കെലിട്ടൻ അവിടെ വെയിലടിക്കാതിരിക്കാൻ വന്നിരിക്കും. ഇപ്പം ഞാൻ അവനെ കൊന്നു കാണിച്ചു തരാം. ഒരു ഷീൽഡ് കിട്ടട്ടെ. ഷീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ എന്ത്. ഷീൽഡ് ഇല്ലാതെ ഒരിടത്തും ഒരു സ്കെലിട്ടൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പം അയൺ ഇൻഗോട്ട് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. തടി ഇരിപ്പില്ലേ, അതെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയെടുത്ത് ഇതങ്ങോട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. എന്തേ ഷീൽഡ്. ഇനി ഏതാനാടാ ഞാനിവിടെ മത്സരിക്കേണ്ടേ? ഏതാനാടാ പറയടാ. ഷീൽഡ് വെച്ച് നീ ഏതാനാടാ ധൈര്യമായിട്ട്. നീ ഇവിടെ മുന്നിൽ വന്നൊന്ന് നോക്കടാ. ഇനി ഞാൻ അവനെ കൊല്ലും. ഡയമണ്ട് പിക്കാക്സ് എടുത്ത് കൈ വെച്ചേക്കാം. ഇപ്പം ഞാൻ അവനെ തീർത്ത് കാണിച്ചു തരാം. ഇനി എനിക്ക് ഒരുത്തനും പേടിയില്ല. നമുക്ക് ഷീൽഡ് പിടിച്ചോണ്ട് ഫ്രണ്ടിലോട്ട് പോവാം. ഷീൽഡ് പിടിക്കട്ടെ. പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ പോകാൻ പറ്റാത്ത. ഈ ഷീൽഡ് ഇങ്ങനെ പിടിച്ചോണ്ട് പോവാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്കെലിട്ടൺ തോണ്ട് ഇപ്പോഴും അവിടെ തന്നെ ഇപ്പുണ്ട്. എൻ്റെ അമ്പ് ഇടുന്നില്ലേടാ. സ്റ്റൈല് മാസ് കാണിച്ച് അമ്പ് ഇടുന്നു. അമ്പ് വിടടാ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഷീൽഡ് ഉണ്ടെങ്കിൽ പിന്നെ പേടിയുണ്ട്. നമുക്കായി ഈ ആരോ കളക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ലല്ലോ, പറ്റുന്നില്ലല്ലോ. നമുക്കിപ്പോൾ കല്ല് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കൈ ആരോ കളക്ട് ആവുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പം കമ്പ് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഈ 2 ലെതറുണ്ട്. പശുവിനെ കൊന്നതാ. ഇപ്പോൾ കളക്ട് ആവോ? ഇതും കൂടെ വെട്ടി വെക്കാം. ഇല്ല, കളക്ട് ആവുന്നില്ല. അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാര്യം. ഇനി ആരൊക്കെ ഉണ്ടാക്കാന്നേ ഉള്ളു. പിന്നെ ബോയ് ഉണ്ടാക്കാനുള്ള നമ്മൾ ചിലന്തിയെ കുറച്ചെണ്ണത്തിനെ കൊന്നാൽ മതി. ബോയ് ഉണ്ടാക്കാം നമുക്കിപ്പം ഇതുണ്ടാക്കാം. ഒരുപാട് കല്ല് വേണം നമുക്ക്. ആ തറ മൊത്തം നമുക്ക് കല്ലാണ് ഇടുന്നത്. ഫൗണ്ടേഷൻ മൊത്തം കല്ലുകൊണ്ടാണ് കിട്ടുന്നത്. മൊത്തം വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വൈകുന്നേരം ആയാലും പേടിക്കണ്ട. നമ്മുടെ ഈ ഷീൽഡില്ലേ, നമുക്ക് പതുക്കെ അങ്ങ് പോയാൽ മതി. ഇപ്പം ഒരുപാട് കല്ല് വേണം. നമുക്കൊരു 50 എണ്ണമെങ്കിലും വേണം. നമുക്ക് ഇവിടെ മൊത്തം കെട്ടണ്ടേ. ഇന്നെന്തായാലും നമുക്ക് തറയെ കെട്ടാൻ തുടങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന് പോയി കിടന്നിറങ്ങിയിട്ട് കെട്ടണം. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ടോർച്ചൊക്കെ ആവശ്യത്തിനുണ്ട്. ഒരു ടോർച്ച് കത്തിച്ച് വെച്ച് അവിടെ നിന്നെല്ലാം കല്ല് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത്ര മതിയോ? കുറച്ചും കൂടെ
ഇത്രയൊക്കെ മതി ഏകദേശം. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഒരു 50 എണ്ണമെങ്കിലും വേണം. എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് അധികം വേണ്ടത്. അതുകൊണ്ട് വീണ്ടും ഒരു കോലെണ്ണ. എല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ടോ നീ? പിന്നെ നമുക്ക് രാത്രിയായ ഇനിയും തൊട്ട് എന്തിനു പേടിക്കണം? എന്നാടെ ഗോലെണ്ണനില്ലേ, എന്നെ രക്ഷിക്കാനല്ലേ ഞാൻ ഗോലെണ്ണനെ ഉണ്ടാക്കിയേക്കുന്നത്. ഗോലെണ്ണന് ഇത് ഡയമണ്ട് ഇൻഗോട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവന് പവർ കൂടുമോ? ഒന്ന് നോക്കണം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഇപ്പം നമുക്ക് കോഴി വെട്ട് ഒരു വെട്ട് മതി, ചത്തോളും. ഈ കോഴിയിറച്ചിയൊക്കെ ഉണ്ട്. ഇതിനെങ്ങളെന്നാലും നമുക്ക് പിന്നെ ഫുഡ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തേക്ക് ഒന്ന് വെച്ചത്. അപ്പം നമ്മളൊന്ന് സെറ്റിലായി. എന്താ ഈ ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇപ്പം നമുക്കെന്തോ കോബൽ സ്റ്റോൺ കൊണ്ട് നമ്മുടെ വീട് പണിയണം. എവിടാ സൂര്യൻ? അത് നോക്കിയാണോ നമുക്ക് പണിയാൻ? സൂര്യൻ അതാണ്ട് സൂര്യൻ ഇപ്പോൾ പോയിണ്ടാക്കാം. ഇത് ഇച്ചിരി നീളുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വീട് പണിയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഈ വീഡിയോ അങ്ങ് നിർത്താം. നമുക്ക് ഈ വീഡിയോ ഫൗണ്ടേഷനും കൂടെ ഇട്ടിട്ടങ്ങ് നിർത്താം. ഇതൊരുപാട് നീളാൻ പറ്റത്തില്ല, പരമാവധി കുറയ്ക്കാൻ. ആക്സ് കൊണ്ടാണോ വെട്ടുന്നത്? പിക്കാക്സ് കൊണ്ട് വെട്ട്. വെട്ടി നമുക്ക് കല്ലിടാം. പതുക്കെ ഒന്നിട്. അയ്യോ, ഇതിങ്ങനെ ഇനിയും തൊട്ടങ്ങ് പുല്ല് വെട്ടിയിടാം. പിന്നെ കല്ലാണെങ്കിൽ വെട്ടാം, പിക്കാക്സ് എടുക്കണം. പുല്ലാവുമ്പോൾ എളുപ്പം അങ്ങ് വെട്ടാം. നോക്കണ്ട, വീണ്ടും വാക്സ് പിക്കാക്സ് ഞാനെന്തിനാ ഷീൽഡ് പിടിക്കുന്നത്? ഇതറിയാതെ അങ്ങ് വരുന്നതാണ് എടുക്കാൻ നേരം. ഇത്രയും മതി. ഇനി ചരിച്ച് ഈ പുല്ലങ്ങ് വെട്ടാം. എനിക്കങ്ങനെ കല്ലിടാൻ വയ്യ, ചിലപ്പോൾ പൊങ്ങിപ്പോയാലോ കല്ല്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഫൗണ്ടേഷൻ കെട്ടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിനി അടുത്ത വീഡിയോ എടുക്കാൻ നേരം നമ്മൾ ഒരു നില ഫുള്ള് തയ്യാറാക്കിയിരിക്കും. അപ്പോൾ ഇനി പാർട്ട് 3 ഞാൻ വെച്ച് പാർട്ട് 2 എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ പോയപ്പോഴും ഞാൻ വെച്ചതാണ് നിർത്താമെന്ന്. എന്നാലും അപ്പോഴെനിക്ക് ഈ ടണലിൻ്റെ കാര്യം ഓർമ്മ വന്നേ. അതുകൊണ്ട് ഞാൻ വെച്ച് ഇങ്ങനെ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും കിട്ടിയില്ല, അല്ലായിരുന്നു ഇത്രയും കിട്ടുമായിരുന്നു. ഇന്നത്തെ വീഡിയോ എനിക്ക് അധികം നീട്ടാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ഒരുപാട് നീണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെക്കുന്നു. ബൈ.